നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മുന്നറിയിപ്പിന്റെ ഭാഗമായി കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ ഇന്നലെ രാത്രി 9:15 തന്നെ മുഴങ്ങി. എല്ലാ തീരദേശ ജില്ലകളിലും റെഡ് അലേർട്ട്. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലുമാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് വൈകുന്നേരം 5:30 വരെ 1.1 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് തീരദേശ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണ സാധ്യതയുണ്ട്. താഴെ പറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, ആലപ്പാട് മുതൽ ഇടവ വരെ, ചെല്ലാനം മുതൽ അഴീക്കൽ ജട്ടി വരെ, അതുപോലെ തന്നെ മുനമ്പം FH മുതൽ ഈ മറുവക്കാട് വരെയും, തൃശ്ശൂരിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും ആണ്. ഇനി മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയാണ്. കോഴിക്കോട് ചോമ്പാല FH മുതൽ രാമനാട്ടുകര വരെയാണ്. കണ്ണൂരിൽ വളപട്ടണം മുതൽ ന്യൂ മാഹി വരെയാണ്. കാസർഗോഡ് ഈ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുമാണ് വരുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി, രാമനാഥപുരം, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.